നെക്സ്റ്റ് എക്സസൈസ് 6.1 സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ലൈൻസ് എക്സ് വൈ ആൻഡ് എം എൻ ഇൻ്റർസെക്ട് അറ്റ് O if angle POY is equal to 90 degree and A is to B is equal to 2:3 find C. എന്താ ക്വസ്റ്റ്യൻ? എക്സ് എൻ എന്ന് പറയുന്നു, എക്സ് വൈ എന്ന് പറയുന്ന ലൈൻസ് O എന്ന് പറയുന്ന പോയിന്റിൽ ഇൻ്റർസെക്ട് ചെയ്യും. അതേപോലെ ഇഫ് POY എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണെങ്കിലും A is to B is equal to 2:3 ആണെങ്കിൽ ഫൈൻഡ് സി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ തന്നിരിക്കുന്ന റേഷ്യോ ഏതൊക്കെയായിരുന്നു? ഗിവൺ നമുക്ക് ആദ്യം എഴുതണം. ഗിവൺ ആംഗിൾ POY ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. ഇനി A is to B is equal to 2:3 അല്ലേ? അപ്പോൾ നമുക്ക് എനെ എങ്ങനെ എഴുതാം? 2 ഇൻറ്റു ഒരു വേരിയബിൾ എക്സ്. ബി എന്ന് പറയുന്നത് എന്താണ്? 3 ഇൻറ്റു എക്സ്. ഇനി നോക്കിക്കേ, XOY എന്ന് പറയുന്നത് ഒരു ലൈൻ ആണല്ലേ? അപ്പോൾ അവിടുത്തെ ഫോം ചെയ്യുന്ന ഫുൾ ആംഗിൾ എന്തായിരിക്കും? 180 ഡിഗ്രി. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ആംഗിൾ MOX പ്ലസ് ആംഗിൾ MOP പ്ലസ് ആംഗിൾ POY is equal to 180 ഡിഗ്രി. ഇനി MOX എന്ന് പറയുന്നത് എന്താണ്? ബി എന്തായിരുന്നു? 3x പ്ലസ് MOP എന്തായിരുന്നു? എ എന്ന് പറഞ്ഞാൽ എന്താ? 2x പ്ലസ് POY ഏതാ? 90 ഡിഗ്രി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. അപ്പോൾ 3x പ്ലസ് 2x എന്തായിരുന്നു? 5x. വൈറ്റ് ബോർഡിൽ എഴുതുമ്പം ശരിക്ക് നല്ല ഹാൻഡ് റൈറ്റിംഗ് ഒന്നും വരുന്നില്ല, മനസ്സിലാക്കണേ. 5x ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് 90 ഡിഗ്രി ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. അപ്പോൾ എക്സ് എന്തായിരിക്കും? എക്സ് ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി ബൈ 5 ഈസ് ഈക്വൽ ടു 80. അപ്പോൾ എ എന്താ? എ ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു എക്സ്. എക്സിൻ്റെ വാല്യൂ എന്താ? 80 ഈസ് ഈക്വൽ ടു 36 ഡിഗ്രി. ഇനി ബി എന്തായിരുന്നു? 3 ഇൻറ്റു എക്സ് അല്ലേ? എക്സിൻ്റെ വാല്യൂ എന്താ കിട്ടിയേ? 80. അപ്പം ബി ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു 18 ഈസ് ഈക്വൽ ടു 54 ഡിഗ്രി. നമുക്ക് സി അല്ലേ കണ്ടുപിടിക്കേണ്ടത്. ഇനി MON എന്ന് പറയുന്ന ഒരു ലൈൻ കൺസിഡർ ചെയ്തേ. അപ്പോൾ ആ ലൈൻ കൺസിഡർ ചെയ്യുമ്പോൾ നോക്കിക്കേ, ബിയും സിയുടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? ഒരു 180 ഡിഗ്രി കിട്ടണം അല്ലേ? കാരണം എന്താ? സ്ട്രെയിറ്റ് ആംഗിൾ ആണ് ബി പ്ലസ് സി എന്ന് പറയുന്നത്. അപ്പം ആംഗിൾ എങ്ങനെ ചെയ്താൽ? ആംഗിൾ MOX പ്ലസ് ആംഗിൾ XON എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. MOX എന്തായിരുന്നു? ബി എന്തായിരുന്നു? 54. അപ്പോൾ 54 ഡിഗ്രി പ്ലസ് XON അല്ലേ? സി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. അപ്പോൾ സി എന്ന് പറയുന്നത് എന്താണ്? 180 മൈനസ് 54 ഡിഗ്രി. 180 മൈനസ് 54 എത്ര വരും? 126 ഡിഗ്രി. സി എന്താണ് കിട്ടിയത്? 126 ഡിഗ്രി. ക്ലിയർ ആയോ? ക്വസ്റ്റ്യൻ എന്തായിരുന്നു? XY എന്ന് പറയുന്ന ലൈനും MN എന്ന് പറയുന്ന ലൈനും O എന്ന് പറയുന്ന ഒരു പോയിന്റിൽ ഇൻ്റർസെക്റ്റ് ചെയ്യും. ഇഫ് ആംഗിൾ POY is equal to 90 degree and A is to B is equal to 2:3 find C. അപ്പോൾ ഗിവൺ ആംഗിൾ POY is equal to 90 degree, A is to B is equal to 2:3. പിന്നെ നമ്മൾ എങ്ങനെ എഴുതി? A is equal to 2 into some variable x, B is equal to 3 into x. ഈ XOY എന്ന് പറയുന്ന ഒരു സ്ട്രെയിറ്റ് ലൈനാണ് അല്ലേ? അപ്പോൾ അവിടെ ഫോം ചെയ്യുന്ന 3 ആംഗിൾസ് കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? 180 ഡിഗ്രി കിട്ടണം. അതായത് MOX പ്ലസ് MOP പ്ലസ് POY is equal to 180 ഡിഗ്രി. അപ്പോൾ MOX എന്തായിരുന്നു? ബി എന്തായിരുന്നു? 3x പ്ലസ് MOP എന്താ? എ എന്തായിരുന്നു? 2x. അപ്പോൾ 3x പ്ലസ് 2x ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. 3x പ്ലസ് 2x പ്ലസ് 90 ഡിഗ്രി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. 3x പ്ലസ് 2x എന്താണ്? 5x ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് 90 ഡിഗ്രി ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. Therefore x is equal to 90 degree by 5 is equal to 18 degree. അപ്പോൾ A എന്തായിരുന്നു? 2 into x. 2 into 18 degree is equal to 36 degree. B is equal to 3 into 18 degree is equal to 54 degree. ഇനി MON എന്ന് പറയുന്ന ഒരു ലൈൻ കൺസിഡർ ചെയ്തേ. അപ്പോൾ B പ്ലസ് സി എന്തായിരിക്കും? 180 ഡിഗ്രി. അതായത് MOX പ്ലസ് XON is equal to 180 ഡിഗ്രി. MOX എന്തായിരുന്നു? 54 ഡിഗ്രി അല്ലേ? ബി.
അപ്പോൾ 54 ഡിഗ്രി പ്ലസ് സി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. ദെർഫോർ സി ഈസ് ഈക്വൽ ടു 180 മൈനസ് 54 ഈസ് ഈക്വൽ ടു 126. മനസ്സിലായോ? മനസ്സിലായെങ്കിൽ ഒന്ന് റിവ്യൂ തരണം. കാരണം ഓൺലൈനായിട്ട് എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ടൊരു റിവ്യൂ തരണേ, ഇത് മനസ്സിലാവുന്നുണ്ടോ എന്ന്.